ഇതിൽ ആരോപണ വിധേയ യുവതിക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അവർ വിദേശത്തേക്ക് കടന്നോ എന്നൊരു സംശയം ഉയർന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നിഖിൽ പ്രമേഷ്. സമൂഹ മാധ്യമത്തിലെ അധിക്ഷേപത്തിൽ യുവാവ് ജീവനൊടുക്കാനിടയായതിൽ സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ബസ്സിലെ ജീവനക്കാർ. ഏതെങ്കിലും യുവതികളോട് നിങ്ങളോട് ഈ രീതിയിൽ എന്തെങ്കിലും പരാതി പറയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറന്റെ മുമ്പിൽ. ഹായ് ഗൈസ്, ഷിംജിത നാട് വിട്ടു എന്നുള്ളൊരു വാർത്തയാണ് ഏറ്റവും പുതിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം കാണാനെ കൊണ്ട് ശ്രമിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ സമൂഹത്തിൽ ആണിനും പെണ്ണിനും രണ്ട് നീതിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിയമത്തിന്റെ മുന്നിലാണെങ്കിലും മീഡിയാസിന്റെ മുന്നിലാണെങ്കിലും ചില സോ കോൾഡ് ഫെമിനിസ്റ്റുകളുടെ മുന്നിലാണെങ്കിലും. പിന്നെ ഇന്നലെ ഞാൻ ചെയ്ത തെറ്റിന് എന്നെ ആൾക്കാർ പിടിച്ച് ഏറി കയറ്റിയല്ലോ, എന്നാൽ പിന്നെ നാളെ ഇപ്പൊ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, അവളുടെ ഭാഗത്ത് ആ തെറ്റെങ്കിലും ഞാൻ അവളെ അങ്ങ് സപ്പോർട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. ഓക്കെ, എല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് ഈ ഒരു വിഷയത്തിൽ ആദ്യം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇത് വെറും ഒരു ആത്മഹത്യയാണെന്ന് അങ്ങനെ ഒതുക്കി തീർക്കാനൊക്കെ ഉള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആദ്യം ഇങ്ങനൊരു കേസൊക്കെ വരുമ്പോൾ ശ്രമിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, നാളെ നിങ്ങൾക്കെതിരെയും ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇന്ന് ദീപക് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് സംഭവിച്ചത് നാളെ നിങ്ങൾക്ക് സംഭവിക്കുക, എനിക്ക് സംഭവിക്കാം, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ സംഭവിക്കാമെന്ന് കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എന്താണെങ്കിലും ഞാനൊരു ന്യൂസ് ഇങ്ങോട്ട് വെക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി നിഖിൽ പ്രമേഷ് തത്സമയം ചേരുകയാണ്. നിങ്ങൾക്കറിയാം, ബസ്സിൽ ലൈംഗിക അധിക്ഷേപം നേരിട്ട് വന്ന ഒരു യുവതി ആരോപണം നടത്തിയതിന് പിന്നാലെ മാനഹാനി മൂലം ഒരു യുവാവ് ദീപക് ആത്മഹത്യ ചെയ്ത വിവരം അറിയാം. ഇതിൽ ആരോപണ വിധേയ യുവതിക്കെതിരെ പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ അവർ വിദേശത്തേക്ക് കടന്നോ എന്നൊരു സംശയം ഉയർന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നിഖിൽ പ്രമേഷ് തത്സമയം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഒരു വിദേശത്തേക്ക് കടന്നു എന്നുള്ളതിന് എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിച്ചോ? ഗുഡ് മോർണിംഗ്. അന്വേഷണ സംഘം ഇന്നലെ വടകരയിലെ വീട്ടിലെത്തി യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കടന്നേക്കുമെന്നുള്ള ആശങ്ക രൂപപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഈ യുവതി ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർ ഇന്നലെ മൊഴിയെടുത്ത വീട്ടിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അവരില്ല. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് അവർ കടന്നു എന്നുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരുടെ മൊഴികളടക്കം രേഖപ്പെടുത്തി, ആ ബസ്സിൽ ആ സമയം ഉണ്ടായിരുന്ന ആളുകൾ, ജീവനക്കാർ തുടങ്ങിയവരുടെയൊക്കെ മൊഴികൾ വിശദമായി രേഖപ്പെടുത്തി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ് പോലീസ്. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്ത് കേവലം ഇതൊരു ആത്മഹത്യാ കേസാക്കി ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ബി.ജെ.പി നേതാക്കളൊക്കെ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നിരിക്കെ പിന്നീട് ഈ വളരെ ശക്തമായ സമ്മർദ്ദം, മാധ്യമങ്ങളുടെ അടക്കം ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ പോലീസിന് മറ്റ് നിക്കക്കളിയില്ലാതെ ഇന്നലെ വൈകിട്ട് വീട്ടിലെത്തി ദീപകിന്റെ മാതാവിന്റെ ഒക്കെ മൊഴി വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഒരേ സമയം, അതായത് വീട്ടിലെത്തി ദീപകിന്റെ മാതാവിന്റെയും പിതാവിന്റെയും മൊഴി രേഖപ്പെടുത്തുന്ന അതേ സമയം തന്നെ വടകരയിലെ യുവതിയുടെ വീട്ടിലെത്തി അവരുടെ മൊഴിയും മെഡിക്കൽ കോളേജ് SHO രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ യുവതി ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇവരെവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നേരത്തെ അവർ വിദേശത്താണ് ഉണ്ടായിരുന്നത്. വിദേശത്തേക്ക് തന്നെ കടന്നിരിക്കാം എന്നുള്ളൊരു സൂചന കൂടി പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ദുബൈയിലാണ് ഇവർ ഉണ്ടായിരുന്നത്, അവിടേക്ക് തന്നെ കടന്നിരിക്കാമെന്നും പോലീസ് കരുതുന്നുണ്ട്. ഇന്നലെ ഈ യുവതിയുടെ ഫോൺ കേട്ടല്ലോ. നമ്മുടെ ഇന്ത്യയിലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് കേരള പോലീസ്. എത്ര വീഡിയോസിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അപ്പോഴും നമ്മൾ എടുത്തു പറയുന്ന കാര്യമുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ചില ആളുകൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ കാണിക്കുന്ന ഈ പരിപാടികൾ കാരണം ഇപ്പോൾ അവളെ രക്ഷപ്പെടാനെ കൊണ്ട് കാരണമായിരിക്കുന്ന കൂട്ടത്തിൽ അവരും ഉത്തരവാദികളല്ലേ? ഇവിടുത്തെ മീഡിയാസ് അല്ലെങ്കിൽ പിന്നെ ലുക്കൗട്ട് നോട്ടീസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഒരു ആണിന്റെ പേരിലാണെങ്കിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മീഡിയാസ്, അല്ലെങ്കിൽ അവന്റെ ജീവചരിത്രം മൊത്തം എടുത്ത് വെളിയിലോട്ട് ഇടുന്ന ഇവിടുത്തെ മീഡിയാസ് ഒന്ന് ആലോചിച്ച് നോക്കണം. കുറ്റവാളിയാണെന്ന് മുദ്ര കുത്തിയാൽ മതി, തെളിയിക്കപ്പെടേണ്ട. മുദ്ര കുത്തിയതിന്റെ പേരിൽ അവന്റെ ജീവചരിത്രം എല്ലാം ഇട്ടിട്ട് അവൻ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുന്ന ഇവിടുത്തെ ഇതേ മീഡിയാസ് ഇവളുടെ ഫോട്ടോസ് പുറത്തുവിടാനോ വീഡിയോസോ പേരൊക്കെ പുറത്ത് പറയാനെ കൊണ്ടാണെങ്കിൽ അവർ മടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ലാസ്റ്റായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ആണെന്ന് തോന്നുന്നു ഞാൻ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവളുടെ ഫോട്ടോ എന്തോ വിട്ടേക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RJ അഞ്ജലി ഉണ്ടല്ലോ, കഴിഞ്ഞ സമയം ശ്രീലക്ഷ്മി അറക്കലിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ ചത്തുപോയത് എന്തുകൊണ്ട് നന്നായി എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത്. അവന് അവളെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മളുടെ കമന്റ് ബോക്സിലൊക്കെ കുറച്ച് ആൾക്കാർ വന്നിട്ട് നീ അങ്ങനെ പറയേണ്ട കാര്യമില്ല, അങ്ങനെ അല്ല പറയേണ്ടത്, കുറച്ചുകൂടി ഇതായിട്ട് സംസാരിക്കണം, അവളെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് ആൾക്കാർ മുറവിളി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണെങ്കിൽ ആ ഒരു ഒറ്റ വീഡിയോ ചെയ്തതുകൊണ്ട് കൊള്ളേണ്ട ആൾക്ക് കൊണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ നമ്പരും തപ്പി പിടിച്ച് ചോദിച്ചുകൊണ്ട് നടക്കുക, ഇവൻ്റെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഓടിപ്പടച്ച് നടക്കുകയാണ് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ. ഇതുപോലെ ഓരോ തോന്നിയാസങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇമ്മാതിരി വർത്താനം പറയുന്നുള്ളത്. ഓക്കെ, മാന്യമായിട്ട് അയ്യോല്ലയോ മാഡം താങ്കൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നത് വിചാരിച്ചു അങ്ങനെ പറയുന്ന ആൾക്കാർ കാണുമായിരിക്കും. പക്ഷെ നമുക്കത് പറ്റില്ല, നമുക്ക് പറയാനുള്ള നമ്മൾ പച്ചയ്ക്ക് തന്നെ പറയും. ഓക്കെ, അപ്പോൾ ഓരോ കാര്യം ഇതുപോലെ പറഞ്ഞതിലൂടെ ആലോചിക്കും. അതിൻ്റെ ഒപ്പം തന്നെ കുറെ കമന്റ്സും കണ്ടിട്ടുണ്ടായിരുന്നു. അയാളെ കണ്ടാൽ തന്നെ അറിയാം ഏറ്റവും വലിയൊരു വൃത്തികെട്ടവനാണെന്നൊക്കെ പറഞ്ഞേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനത്തെ കുറെ കമന്റ്സ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റിൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ അത് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണാം.
സമൂഹ മാധ്യമത്തിലെ അധിക്ഷേപത്തിൽ യുവാവ് ജീവനൊടുക്കാനിടയായതിൽ സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ബസിലെ ജീവനക്കാർ. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പറഞ്ഞിരുന്നെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നു. വീഡിയോ കണ്ടപ്പോഴാണ് തങ്ങളുടെ ബസ്സാണെന്ന് തിരിച്ചറിഞ്ഞത്. CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായൊന്നും കാണാൻ കഴിഞ്ഞില്ല. ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ബസ് ജീവനക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികളോട് നിങ്ങളോട് ഈ രീതിയിൽ എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ്. നമ്മൾ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവിടുത്തെ ബസ് ജീവനക്കാർക്ക് അങ്ങനത്തെ ഒരു പരാതിയോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഷിംജിത എന്ന് പറയുന്ന ഇവള് മുന്നിൽ നിൽക്കുന്ന ഒരാള് മോശമായിട്ട് പെരുമാറി ഇതൊക്കെ ഇങ്ങനെ വലിയ താളം അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ അങ്ങനെ ഒരാൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇവള് റീച്ചിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന സാധനം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബസ് ജീവനക്കാർ അറിഞ്ഞേനെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് 6:05 പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ അല്ല കോടതി, കമന്റ് ബോക്സ് അല്ല നിങ്ങളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നതും. ബസ്സിൽ എത്രയോ തവണ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് പരാതി നൽകാനാകട്ടെ, ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ആർപ്പ് വിളിക്കുന്ന റിവ്യൂ കമ്മിറ്റിക്കാരോട് പുച്ഛം മാത്രം. സ്ത്രീ കടുങ്കയും ചെയ്താൽ വീണ്ടും പ്ലേറ്റ് തിരിച്ചു വെച്ച് പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. തെറ്റ് ചെയ്തവർ നിയമം മൂലം ശിക്ഷിക്കപ്പെടട്ടെ. സ്വയം പ്രഖ്യാപിത കോടതികളെ. അപ്പോൾ തെറ്റ് ചെയ്തവർ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലൊന്നും വിശ്വാസമില്ലാന്നൊന്നുമല്ല കേട്ടോ പറയാം, നമുക്ക് വിശ്വാസം ഉള്ളത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടല്ലേ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുള്ളത്. അത് നമുക്കെല്ലാവർക്കും പച്ചയായിട്ട് അറിയുന്ന ഒരു സത്യം തന്നെയല്ലേ. ഇപ്പം ഇവള് പുറത്തോട്ട് ഇപ്പൊ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ നാട് വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഇവിടുത്തെ സിസ്റ്റത്തിന്റെ അപാകതയൊക്കെ തന്നെ അല്ലേടേ. അപ്പം ഇവിടെ നമ്മൾ ഇപ്പം ഇവൾക്കെതിരെ സംസാരിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് RJ അഞ്ജലി പറയുന്നത്. ഓക്കെ, സൈബർ അറ്റാക്ക് എന്ന വിപത്ത് ഇനിയും എത്ര പേരെ കൊല്ലും? നിരപരാധിയായ ഒരു മനുഷ്യനെ കോണ്ടന്റ് ആക്കി പെൺകുട്ടി, പക്ഷേ അയാളെ കൊന്നുകളഞ്ഞത് സൈബർ അറ്റാക്ക് ആണ്. പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നതും ഇതേ കഴുകൻ കണ്ണുകളും. ഇത് കാണുമ്പോൾ ആൾക്കൂട്ടം എവിടെയോ ആ ദിശയിൽ പോസ്റ്റ് ഇടാൻ മനസ്സില്ല. നിർത്തൂ, ഈ നാട്ടിലെ നിയമത്തിലും കോടതിയിലും നിങ്ങൾക്ക് ഇത്രമേൽ വിശ്വാസമില്ലാതെ ആയിരിക്കുന്ന മനുഷ്യരെ കൊന്നു തിന്നാതിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പല ആളുകൾ ഇതിൽ ശ്രീലക്ഷ്മി അറക്കലും പല ആളുകളുടെ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ സ്റ്റോറിയായിട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ആ പെണ്ണിനെതിരെ, അതായത് ഷിംജിതയ്ക്കെതിരെ ആൾക്കാർ സൈബർ അറ്റാക്ക് നടത്തുകയാണ്, അപ്പം അവളും ഇല്ലാണ്ടാവും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കുറെ ആൾക്കാർ. എടീ, ഇവള് കാരണം ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാണ്ടായി. ഇവിടുത്തെ സിസ്റ്റത്തെ പോലും അല്ലെങ്കിൽ നാണം കെടുത്തുന്ന രീതിയിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു. മീഡിയാസ് പോലും ഇവളുടെ മുഖം പോലും കാണിക്കുന്നില്ല, പേര് പോലും പുറത്ത് കാണിക്കുന്നില്ല. ഇവൾ അവിടുത്തെ ഒരു വാർഡ് മെമ്പറൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരു തീനെ പൂട്ടാനോ അല്ലെങ്കിൽ മറ്റേ ദിലീപിന്റെ ഒക്കെ വീട്ടിലോട്ട് മറ്റേ ഡ്രോൺ പറത്തിയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഇവിടുത്തെ മീഡിയാസ് കാണിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു പരിപാടി പോലും ഇവിടെ കാണിക്കാറില്ല. അപ്പൊ പിന്നെ നമ്മളിത് സംസാരിക്കേണ്ടേ? ആര് സംസാരിക്കും? ഇനി അതല്ല, അങ്ങനെ ചെയ്യാൻ ശരിയാണ്, നിങ്ങൾ പറഞ്ഞതിൽ പോയിന്റ് ഇല്ല എന്നുള്ള ഞാൻ പറയുന്നില്ല. ഇവിടെ പല ആളുകളും ആ മനുഷ്യനെ കുറ്റം പറഞ്ഞ ചില ആളുകളും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അവർ തന്നെ മാറ്റി പറഞ്ഞതും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇവൾ ഈ കാണിച്ചിരിക്കുന്ന പരിപാടിക്ക് പിന്നെ എങ്ങനെയാണ് തിരിച്ച് മറുപടി കൊടുക്കേണ്ടത്? എല്ലാവരും വായും കൂട്ടിക്കെട്ടി മിണ്ടാണ്ടിരിക്കണോ? എന്താ ചെയ്യേണ്ടത്? അപ്സ കെ റേജി വന്ന ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് കൃത്യമായിട്ടൊരു നടപടി ഇവിടെ ഉണ്ടാവാത്തതിന്റെ പേരാണ് റിപ്പീറ്റഡ്ലി ഈ പെണ്ണും വന്നിട്ട്, ഷിംജിത എന്ന് പറഞ്ഞ ഈ പുന്നരമോളും വന്നിട്ട് ഈ പരിപാടി കാണിച്ചിട്ട് ആ മനുഷ്യന്റെ ജീവൻ ഇല്ലാണ്ടായിട്ടുള്ളത്. ഇനിയാണെങ്കിലും സ്ത്രീകൾ എന്താണെങ്കിലും ആലോചിക്കും, ഇതുപോലെ ഫേക്ക് ആയിട്ടൊരു സാധനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പണി കിട്ടുന്ന ആലോചിക്കുമല്ലോ. ജെന്യുവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ഓക്കെ, ഇനി ഇത് പുള്ളിക്കാരി ഇൻഡയറക്റ്റ് ആയിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്ന രീതിയിൽ പറഞ്ഞ ഒരാൾ വീഡിയോ ഇട്ടപ്പം അതിലൊരു കമന്റ് ഇട്ടുണ്ട്, ഞാൻ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തു, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. സൈബർ അറ്റാക്കിനെതിരെ ഇനിയും സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ടത് ഇരകളെയാണ്. മനുഷ്യത്വത്തോടെ കണ്ടന്റ് ചെയ്യും. നിയമമുണ്ട്, സ്ത്രീക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടും എന്ന പ്രതീക്ഷയോടെ കേസ് എടുത്തതിൽ അങ്ങേയറ്റം സന്തോഷത്തോടെ പറയട്ടെ. ഇതേ കമന്റ് ബോക്സ് പോരാട്ടമാണ് ദീപക്കിനെയും തളർത്തിയത് എന്ന് തിരിച്ചറിയുന്നവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പുള്ളിക്കാരെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു ഗിമിക്കായിരുന്നു, ഉണ്ടാക്കിയിരുന്ന കോൺട്രവേഴ്സി ആയിരുന്നു ഈ കുണ്ടിക്ക് മെഹന്തി ഇടുന്ന ആ ഒരു പരിപാടി. കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ആ സമയത്ത് പുള്ളിക്കാരുടെ സംഭവം നൈസായിട്ടൊന്ന് പാളിപ്പോയപ്പോൾ നല്ല സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അന്നത്തെ ആ ഒരു സാധനം വെച്ചിട്ടായിരിക്കും ഇപ്പൊ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷിംജിതനെ പിന്നെ പൂവിട്ട് പൂജിക്കണം, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം എല്ലാവരും. മോളെ നീ ചെയ്തത് സൂപ്പറാണ്, നല്ലതാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ പഞ്ചപൂച്ച അടക്കിയിരിക്കണം. നമ്മളിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് ഇത്, മനസ്സിലായ? ഇവിടെ നമ്മുടെ എന്താ പറയുക, നമ്മളെ ഭരണാധികാരികളെ പോലും വിമർശിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ്. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പറയുക തന്നെ ചെയ്യും. പിന്നെ എന്താണെങ്കിലും ഈ മനുഷ്യത്വത്തെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, ആ മനുഷ്യന്റെ വീട്ടിൽ ആ ദീപക് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അമ്മയുടെ കരച്ചിലൊക്കെ കഴിയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചങ്ക് തകർന്നു പോവാ. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സത്യം പറയാലോ, കഴിഞ്ഞ ദിവസം രാത്രിയിൽ കിടക്കുമ്പോഴേക്ക് ഈ മനുഷ്യന്റെ മുഖം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവിടെ ഒരു പാമ്പിടിച്ചൊരു മനുഷ്യനുണ്ട്. എത്ര കാലം ജീവിക്കേണ്ടുന്ന ഒരു മനുഷ്യനാണ്. ഇങ്ങനൊരു റീച്ചിന് വേണ്ടിയിട്ട് നമുക്ക് പൊളിയോടെ സീരിയസ്. നിങ്ങളൊക്കെ മനുഷ്യരല്ലേ? ഇങ്ങനെ ഒന്ന് നിങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ശ്രീലക്ഷ്മി അറക്കലും ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ, നിങ്ങളൊന്നും മനുഷ്യരല്ലേ? അറിയാൻ മേലത്തുണ്ട്, നിങ്ങൾ മനുഷ്യരല്ലേ? ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ട് സങ്കടം തോന്നൂലേടേ? പിന്നെ ഇതൊരു സ്ത്രീയാണ്. ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് എന്ത് നീതിയാണ് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ളത്?
ഈ സ്ത്രീക്കാണോ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഷിംജിത എന്ന് പറയുന്ന ആ സ്ത്രീക്കാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഈ അമ്മയുടെ കണ്ണീരിന് ഉത്തരം പറയാൻ പറ്റുമോ ഈ RJ അഞ്ജലിക്കും ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ആൾക്കാർക്കൊക്കെ? നിങ്ങൾ പറയുന്നല്ലോ ഇപ്പം ഓക്കെ ഷിംജിത, അപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാൾക്കെതിരെ ആരും ഒന്നും മിണ്ടരുതേ, അവളൊരു പാവം പിടിച്ച പെണ്ണാണേ, അങ്ങനെ അങ്ങോട്ട് തിരിച്ച് നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഞ്ചപുച്ച അടക്കിയിരിക്കും. നമുക്കത് പറ്റൂല, നമ്മളത് പറയും. കാര്യം നാളെ നമുക്ക് നേരെ ഈ ഒരു സാധനം വരാം. ഓക്കെ, ഇനിയും കഴിഞ്ഞ ദിവസം ഞാൻ News 18 ചർച്ചയിൽ ഇവർ പറയുന്ന കുറച്ച് കാര്യം ഇവരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന സാധനം ഞാൻ ഒരു ചെറിയൊരു പോർഷൻ ഇങ്ങോട്ട് വെക്കാം. ഒരു സംഭവം നടന്നാൽ അതിൽ എന്താണ് സംഭവിച്ചതെന്നൊരു ബോധ്യമില്ലാതെ എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാവണമോ മുഖ്യമന്ത്രി? എനിക്ക് പോലും നോക്കൂ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ ജാഗ്രത വേണ്ടി വരുന്നു. കാരണം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത് അറിയാവുന്ന ഒരു വ്യക്തി ആ മനുഷ്യനായിരുന്നു, മറ്റൊന്ന് ആ പെൺകുട്ടിയാണ്. ഇവർ രണ്ടുപേരും നമ്മളോട് സംസാരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അറിയില്ല. നമുക്ക് രാഹുൽ ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ വരെ ജഡ്ജ്മെന്റ് വരട്ടെ, അതിനുശേഷം കുറ്റക്കാരെന്ന് പറയാമെന്ന് പറയുന്നത് രാഹുൽ എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അതൊക്കെ ചെയ്തു കഴിഞ്ഞാണ് രാഹുൽ ഈ ചർച്ച തുടങ്ങിയത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഇല്ല, ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു രാഹുൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാഹുൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സവാദിനെ അറിയുമോ രാഹുലിന്? സവാദിനെ അറിയുമോ? രാഹുലിന് സവാദിനെ അറിയുമോ? രാഹുലിന് സവാദിനെ അറിയുമോ? രാഹുലിന് സവാദിനെ അറിയുമോ? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ രാഹുലിന് സവാദിനെ അറിയുമോ? രാഹുലിന് സവാദിനെ അറിയാമോ? 2023 ഉണ്ടായ സംഭവം വേണ്ടോ? എന്താണ് മാഡം നിങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? കുറച്ചധികം ലെങ്ത് ഉള്ളതാണ്, ഞാൻ കുറച്ച് ഭാഗം മാത്രമേ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ എന്തുകൊണ്ട് ഇടപെട്ടില്ല, അല്ലെങ്കിൽ ആ കാര്യത്തെ പറ്റിയൊക്കെ ഇവിടെ സംസാരിക്കുമ്പോഴത്തേക്കിന് പുള്ളിക്കാരി പറയുന്നൊരു കാര്യം, ഇപ്പം മീഡിയാസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സത്യാവസ്ഥ അറിയാതെ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് പറയാൻ പറ്റും, അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇൻഡയറക്റ്റ് ആയിട്ട് അവളോടുള്ള ആ ഒരു കെയർ കാണിക്കുന്ന മീഡിയാസിനാണ് നമുക്കിവിടെ കാണുന്നത്. അവരുടെ ഫോട്ടോ പോലും പുറത്തു വിടാനെ കൊണ്ട് മടിച്ചുകൊണ്ട്, അവളുടെ പേര് പുറത്തു പറയാൻ മടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ. ഇത് തന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടില്ല, സത്യാവസ്ഥ അറിയാതെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഇത് തന്നെയല്ലേ കാലാകാലങ്ങളായിട്ട് ആവർത്തിച്ച് മീഡിയാസിന്റെ അടുത്ത് വരുന്ന, അല്ലെങ്കിൽ മീഡിയാസിന് നേരെ വരുന്ന വിമർശനങ്ങൾ. ഒരാണിന്റെ പേരിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവനൊരു സെലിബ്രിറ്റി ഫേസ് ആണെങ്കിൽ TRP കൂട്ടാൻ വേറെ ഒന്നും വേണ്ടല്ലോ. അവനെതിരെ ഒരു പരാതിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഒരു ആരോപണം വന്നാൽ അവനെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെടേണ്ട, ആരോപിതനായാൽ മതി. അവനെതിരെ ഒരു ആരോപണം വന്നാൽ തന്നെ ഇവിടുത്തെ മീഡിയാസ് അവന്റെ ഫോട്ടോയും ജീവചരിത്രവും ബയോഡേറ്റ, ഇവന്റെ കുടുംബചരിത്രം, അവന്റെ കുടുംബമൊക്കെ താറുമാറാക്കിയിട്ട് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുന്ന ഇവിടുത്തെ ഇതേ മീഡിയാസ് എന്തുകൊണ്ട് ഈ ഒരു കേസിൽ ഇവളുടെ കാര്യത്തിൽ മാത്രം ഇത്രയും കെയർ കാണിച്ച് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്? അപ്പം ആണുങ്ങൾക്ക് ഇവിടെ ജീവിതമില്ല, ആണുങ്ങൾക്ക് ജീവനില്ലേ, പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. സ്ത്രീക്ക് മാത്രമല്ല ഈ പറയുന്ന പ്രശ്നങ്ങളും അതിക്രമങ്ങളൊക്കെ ഉണ്ടാകുന്ന പുരുഷന്മാർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് താങ്ങാൻ കഴിയാത്തതിന്റെ പേരിൽ മാത്രമാണ് ആ മനുഷ്യൻ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. സ്ത്രീക്ക് ഒരു നിയമവും പുരുഷന്മാർക്ക് മറ്റൊരു നിയമം അല്ലെ? സ്ത്രീയുടെ ഒരു വിഷയം വരുമ്പോഴത്തേക്കും അതിനെ സമീപിക്കുന്ന മീഡിയസിന്റെ രീതി, പുരുഷന്മാരെ സമീപിക്കുന്ന രീതിയും രണ്ടും രണ്ടല്ലേ? ഈ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയിരിക്കുന്നത് ഹാഷ്മി പുള്ളിയുടെ അടുത്താണ് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഡിബേറ്റിൽ പുള്ളിയുടെ ഇൻട്രോ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ ചാപ്പ് കിട്ടുമെന്ന് അറിയില്ല, കിട്ടിയാലും തരക്കേടില്ല. അമ്മയും ഒരു സ്ത്രീയാണ്. ആ കണ്ണുനീര് കേരളത്തിന്റെ വേദനയാകുന്ന ഒരു വല്ലാത്ത ദിവസം. അത് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ കോട്ട് എടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? വീടിന്റെ ഉമ്മർ തകാലത്തിൽ അവസാന യാത്രയ്ക്ക് ഒരുങ്ങി കിടന്നവന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. പ്രായം കേവലം 42 ഉള്ളൂ. ആ താടി കൂട്ടിക്കെട്ടി ചേതനയില്ലാത്ത മുഖത്തേക്ക് നോക്കി, മുത്തേ നിന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോടാ മോനെ എന്ന് വേദനിക്കുന്ന ഒരു പെറ്റവയറിന്റെ വേദന കണ്ടു നിൽക്കാവുന്നതാണോ? ലോകത്തിലെ ഏറ്റവും വലിയ വേദനയുടെ പേര് അമ്മയുടെ പുത്രദുഃഖമെന്നാണ്. ദീപക്കിന്റെ തലക്കൽ കൊളുത്തി വെച്ച നിലവിളക്ക് പോലെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും ആ വീടിന്റെ ഒരേ ഒരു വെളിച്ചം താനേ അങ്ങ് കിട്ടുപോയതല്ല. റീറ്റിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരികൊള്ള ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്. ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന ആത്മഹത്യയിലേക്ക് ചാടി വീണ് അവിടെ രാഷ്ട്രീയവും മതവും ചികഞ്ഞ് 10 വോട്ടിനുള്ള സ്കോപ്പുണ്ടോ എന്ന് നോക്കുന്നവരുണ്ട്. ചെറുനക്കുന്ന ചെന്നായ്ക്കൾ അത്രക്കാരെ വിട്ടേക്ക്. ഇവിടെ പ്രശ്നം അതല്ല. അക്കാലം അത്രയും എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞൊരാൾ, രാമന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കൽ ഉത്തരവാദിത്തമെന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തികളുടെ ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ളൊരു ഭാഗം ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തുന്ന ആരോട് പറയാനാണ്? ആദ്യമായിട്ട് വീഡിയോ എറിച്ചില്ല, പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കേറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വെട്ടിക്ക് ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോലിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ? കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെയും തുലക്കലാണ് നിങ്ങളുടെ പണി. ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ, ആൺ ശവങ്ങൾ ഏതോ സമാന്തര ലോകത്ത് ലൈക്കത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പുറകോട്ടുകൾ അടങ്ങരുത്. ഫോൺ നോക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കേറ്റ് അങ്ങോട്ട് കുത്തിക്കയറട്ടെ, ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി. അത്രേ ഉള്ളൂ. സ്ത്രീ വിരുദ്ധ ചാപ്പ കുത്തിയാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഭയങ്കര റെസ്പെക്ട് തോന്നി മാൻ, ഉള്ള കാര്യം പറയാമല്ലോ. അത് തന്നെ നമുക്കും പറയാനുള്ളൂ. ഇനിയിപ്പം ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല.
പറയാനുള്ള കാര്യം നമ്മൾ പറയും. കാര്യം ഇത് ഇന്ന് ആ മനുഷ്യൻ സംഭവിച്ച നാളെ നമുക്ക് നിങ്ങൾക്കും ഒക്കെ സംഭവിക്കൂടെ ഇത്? സീരിയസ്ലി. ഓക്കെ, ഇത് ഇപ്പം ഇതിന് ആ മനുഷ്യനെ ഇത്രയും മോശമായിട്ട് സംസാരിച്ചു ശ്രീലക്ഷ്മി അറക്കലിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പറയും. ഇനി എന്ത് കേസ്, സ്ത്രീവിരുദ്ധ ചാപ്പയോ മറ്റേത് ഈ സോക്കോൾഡ് ഫെമിനിസ്റ്റുകളുടെ എന്ത് സാധനം എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല. ഫെമിനിസം എന്താണെന്ന് അറിയാത്ത കുറെ ഫെമിനിസ്റ്റുകൾ നമ്മുടെ കേരള പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യമില്ല. കാര്യം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ചില ആളുകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന അത് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല. പറയാനാണ് എത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ, അല്ലേ? പക്ഷേ അതല്ലാത്ത ഈ ബ്രില്യൻറ്റ് ഫോഴ്സ്, നിങ്ങൾ ആ ഒരു ബ്രില്യൻസ് കാണിക്കേണ്ട ഇവിടെയാണ്. വലിയൊരു റിക്വസ്റ്റ് ആണ്, ഇവളെ പൂട്ടണം പ്ലീസ്, ദയവ് ചെയ്ത് ഇവളെ പൂട്ടണം. ഇനിയും മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്ബർ ഖാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട്. അനുമോള് അക്ബർ ഖാൻ എൻ്റെ ബസ്സിനെ എൻ്റെ ഞരമ്പനെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇറക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കൈയടിച്ചേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ സംസാരിച്ച പോലെ ഇവളുടെ കുറച്ച് PR-ഉം അനുമോളുടെ കുറച്ച് PR-ഉം അങ്ങനെ കുറെ ഫാൻസ് ഒക്കെ വന്നിട്ട് നമ്മളെ തെറി വിളിക്കായിരുന്നു. അക്ബർ ഖാൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒന്ന് കേൾക്കാം. ഹലോ ഫ്രണ്ട്സ്, ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. കാര്യം നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദീപക് എന്ന സഹോദരൻ ഒരു ഫേക്ക് അലിഗേഷന്റെ മാനസികാവസ്ഥ താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിനകത്ത് ഇതേപോലൊരു ആരോപണം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ചുറ്റുമുള്ള അത്തരം ക്യാമറയുടെ മുമ്പിൽ എന്റെ നിരപരാധിത്വമുണ്ടെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുവരാൻ പാകത്തിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ ശക്തിപ്പെടുന്നത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് അത് നേരിട്ട് കണ്ടിട്ട് പോലും തിരിച്ച് പ്രതികരിക്കാതിരുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് അവിടെ. നെവിൻ ഒഴികെ. നെവിൻ മാത്രമാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത്. പുറത്ത് സോഷ്യൽ മീഡിയയിൽ ജാക്കി എന്ന ഓമന്റെ പേരിട്ടിട്ട് അതിനെ ആഘോഷമാക്കിയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരുടെയും ഈ വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ. ഇന്നും അത് മറ്റുള്ളവരുടെ ജീവനൊടുക്കാൻ പാകത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സംവിധാനിച്ച നിയമങ്ങൾ, അതിന്റെ പഴുതുകൾ മിസ്യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി ഒരു സ്ത്രീ പുരുഷനെതിരെ എന്ത് പറഞ്ഞാലും അത് ആഘോഷിക്കപ്പെടുന്നുള്ളതാണ്. ഈ നിലയ്ക്ക് കാര്യങ്ങൾ മാറുന്നിടത്താണ് നമുക്ക് ആത്മഹത്യ ഇനിയും തുടരുക ചെയ്യും. ഇതെനിക്ക് തോന്നുന്നില്ല ഇതിവിടെ നിൽക്കുന്നു. ഇനിയും ആത്മഹത്യകൾ വരും. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരു ആരോപണത്തിനെതിരെ പ്രതികരിക്കാനും പോരാടാനുള്ള ധൈര്യം, മാനസിക നിലയൊന്നും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. അത് ഓരോരുത്തരുടെയും മാനസിക ആരോഗ്യത്തിനനുസരിച്ചാണ്. അതില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ കാണിച്ചു വിടുന്നത് ഭയങ്കര ബോറാണ്. ഗാലറിയിൽ നിന്ന് കളി കാണുന്നവർ പോലെ അതല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എഴുതി വിടാം, ആരെക്കുറിച്ച് എന്തും പറയാം. അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ ഒരു ചൂടും വേവൊക്കെ അറിയുള്ളൂ. ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. പ്ലീസ് ഇനിയെങ്കിലും നിങ്ങൾ നിർത്തും. അന്ന് അക്ബർ ഖാന് നല്ല സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന RJ അഞ്ജലി, നിങ്ങൾക്ക് പകരം നിങ്ങളുടെ പാളി പോയതുകൊണ്ടാണ് RJ ബിൻസി ബിഗ് ബോസ് കഴിഞ്ഞ സീസണിൽ കയറിയത്. അല്ല, നിങ്ങൾ ഇത്രയും ഭയങ്കര രോക്ഷകുലമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര സാമൂഹിക ബോധമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അന്ന് അക്ബർ ഖാനെതിരെ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? ഇതുപോലെ നിങ്ങൾ എത്ര പ്രതികരണങ്ങൾ നിങ്ങൾ അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു? അന്ന് ബിഗ് ബോസിന്റെ ആ ടൈമിൽ വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും സദാചാര അല്ലെങ്കിൽ ഇത്തരം പ്രോമാക്സ് കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ആണുങ്ങളെ എല്ലാം ഇങ്ങനെ തേജോധം ചെയ്തുകൊണ്ട് ഇങ്ങനെ കാണിക്കും. നമ്മുടെ കേരള സമൂഹത്തിന് തന്നെ അപമാനമാണ്, ഇത് അപകടമാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് PR കൊണ്ട് മാത്രം ജയിച്ചാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട, പക്ഷേ ജെനുവിൻ ഓഡിയൻസ് കൊടുത്തേക്കുന്ന വോട്ട് കൊണ്ട് ജയിച്ചേക്കുന്നതാണ് നമ്മൾ പേടിക്കണം അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആണുങ്ങളെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അന്ന് അനുമോൾ അവിടെ പിടിച്ചു നിൽക്കാനും കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓരോ ആണുങ്ങളുടെ മേൽ ഇതുപോലെ ഓരോ അലിഗേഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്, അല്ലേ? ഇപ്പം അതുപോലെ തന്നെ ഇവിടെ ഷിംജിത അവളുടെ സോഷ്യൽ മീഡിയയിലെ റീച്ചിന് വേണ്ടിയിട്ടാണ് ആ മനുഷ്യനെ ഒരു കൊലക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ ആലോചിക്കണം. ഇനിയാണെങ്കിൽ ബിഗ് ബോസിന്റെ സീസണിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മുന്നിൽ കാണുമ്പോൾ അന്ധമായിട്ട് ഒരാളുടെ അടുത്തൊരു ആരാധന തോന്നിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളെ നിങ്ങളുടെ വ്യക്തിബോധം വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതിലെ ശരിതെറ്റുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അയാൾ എന്ത് ചെയ്താലും ശരിയെന്ന് പറഞ്ഞു നിൽക്കുന്നവരുടെ ഒരിക്കലും നിങ്ങൾ ദയവ് ഇത് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ സമൂഹത്തിൽ ആണിനും പെണ്ണിനും ഒരേ നീതിയാണ് ഉണ്ടാവേണ്ടത്. പിന്നെ സ്ത്രീകളാരും ഇനി ഇങ്ങനൊരു അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭയക്കരുത്. നിങ്ങൾ പ്രതികരിക്കണം. എവിഡൻസിന് വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കണം, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ അവിടെ പ്രതികരിക്കാതെ കണ്ടന്റിന് വേണ്ടി മാത്രം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇപ്പം ഷിംജിതയ്ക്ക് എതിരെ വരുന്ന അല്ലെങ്കിൽ എതിരെ വരുന്ന പ്രതികരണങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അവളെ പൂട്ടണം, അവളെ ഏതൊക്കെ അങ്ങേ അറ്റത്തെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, അത് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ കേരള സമൂഹത്തിന് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെയുള്ളപ്പം ഈ RJ അഞ്ജലി, ശ്രീലക്ഷ്മി അറക്കല്, പിന്നെ ഈ മീഡിയാസിലെ കുറച്ച് ആൾക്കാർ പറയുന്നില്ലടേ ഒന്നും. നാളെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ അറിയാം.